സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപിനെ സർപ്രൈസുമായി കാത്തിരിക്കുകയാണ് ഇറാൻ. അബ്ബാസ് അരാഗ്ചി അക്കാര്യം തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കാണ് അരാഗ്ചിയുടെ ഈ തിരിച്ചടി. അതേസമയം തന്നെ ചർച്ചകളിൽ നല്ല പുരോഗതി ഉണ്ട് എന്നും ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇറാന്റെ സർപ്രൈസ് എന്താകും എന്നതാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ കുഴപ്പിക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്കുണ്ടായ വലിയ നഷ്ടങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അരാഗ്ചി സർപ്രൈസ് പ്രയോഗം നടത്തിയത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനിയും ആക്രമിക്കാൻ വന്നാൽ വലിയ വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് നൽകാൻ ഇറാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അരാഗ്ചി പറയാതെ പറയുന്നത്. റഷ്യയിൽ നിന്നെത്തിയ അത്യാധുനിക ആയുധങ്ങളാണ് ആ സർപ്രൈസ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആദ്യമായി ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചു എന്നതും മറ്റൊരു സർപ്രൈസായി. അദ്ദേഹത്തിന് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നും ബാക്കിയെല്ലാം കെട്ടുകഥകളാണ് എന്നുമാണ് ഇറാന്റെ പ്രതികരണം. അതിനിടെ ഇറാനിൽ ഇസ്രയേൽ നടത്തിപ്പാളിപ്പോയ ഒരു രാഷ്ട്രീയ അട്ടിമറി നീക്കത്തിന്റെ വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഇറാൻ മുൻ പ്രസിഡന്റ് അഹമ്മദി നജാദിനെ മുൻനിർത്തിയായിരുന്നു ആ ഓപ്പറേഷൻ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന ഭീഷണിയുമായി ട്രംപ് ഒരു ഭാഗത്ത്, എന്തിനും തയ്യാറാണെന്നുള്ള മറുപടിയുമായി ഇറാനും മറുഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യ യുദ്ധമുനമ്പിലാണ് എന്ന് പറയേണ്ട സ്ഥിതിയിലാണ്. ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം അബ്ബാസ് അരാഗ്ചി പറഞ്ഞ സർപ്രൈസിന്റെ കാര്യം നോക്കാം. അതിനുശേഷം ഇസ്രയേലിന്റെ പാളിപ്പോയ ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കാം. അബ്ബാസ് അരാഗ്ചി എക്സിലൂടെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ റിസർച്ച് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ് അരാഗ്ചിയുടെ കുറിപ്പ്. ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപയുടെ ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും തകർന്നതായി അമേരിക്കൻ കോൺഗ്രസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് അരാഗ്ചി ചൂണ്ടിക്കാട്ടി. ഈ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയുടെ ഏകദേശം 45 യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ ആക്രമണത്തിൽ തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമെന്ന് അമേരിക്ക അവകാശപ്പെടുന്ന F-35 യുദ്ധവിമാനം ആദ്യമായി വെടിവെച്ചിട്ടത് തങ്ങളുടെ സായുധ സേനയാണെന്ന് ഓർമ്മ വേണമെന്നും അരാഗ്ചി പറയുന്നു. ഇപ്പോഴത്തെ യുദ്ധത്തിലൂടെ ഇറാൻ സൈന്യം വലിയ അനുഭവസമ്പത്തും സാങ്കേതിക വിജ്ഞാനവും നേടിയിട്ടുണ്ട്. തങ്ങൾ ആർജിച്ച പുതിയ സൈനിക ശേഷി കാരണം അമേരിക്കയോ ഇസ്രയേലോ വീണ്ടും ഒരു യുദ്ധത്തിന് മുതിർന്നാൽ ഇനിയുള്ള തിരിച്ചടി അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ സർപ്രൈസുകൾ നിറഞ്ഞതായിരിക്കുമെന്നാണ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയത് എക്സിൽ കുറിച്ചത്. ഇറാന്റെ മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച അനാവശ്യ യുദ്ധത്തിന്റെ ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ ജനതയ്ക്ക് താങ്ങാനാകാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അരാഗ്ചി മുന്നറിയിപ്പ് നൽകി. ഇറാൻ എന്തിനും തയ്യാറാണെന്നുള്ള ശക്തമായ നയതന്ത്ര സന്ദേശമാണ് അരാഗ്ചി നൽകിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഇനി അരാഗ്ചി സൂചിപ്പിച്ച സർപ്രൈസുകളെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രതിരോധ വിദഗ്ധരും പറയുന്നത് എന്താണെന്ന് കൂടി പരിശോധിക്കാം. അരാഗ്ചി സൂചിപ്പിച്ച സർപ്രൈസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കാസ്പിയൻ കടൽ വഴി റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയിട്ടുള്ള അത്യാധുനിക ആയുധങ്ങൾ തന്നെയാണ്. ദി ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം വിലയിരുത്തലുകളിലേക്ക് വിശകലന വിദഗ്ധർ എത്തുന്നത്. ഇറാന്റെ വടക്കുള്ള കാസ്പിയൻ കടൽ വഴി റഷ്യ വൻതോതിൽ ആയുധം എത്തിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഹോർമൂസ് പോലെ ഇറാന്റെ മറ്റൊരു ഭൂമിശാസ്ത്രപരമായ കരുത്താണ് കാസ്പിയൻ കടൽ എന്ന് പറയാം. റഷ്യ, ഇറാൻ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട അടഞ്ഞ കടലാണ് കാസ്പിയൻ കടൽ. ഇവിടേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കോ അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾക്കോ പ്രവേശിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കാസ്പിയൻ കടലിൽ അമേരിക്ക പൂർണ്ണമായും നിസ്സഹായരാണ് എന്ന് അർത്ഥം. ഇറാന്റെ ഈ ബാക്ക് ഡോർ വഴി, അതായത് പിൻവാതിൽ വഴിയാണ് റഷ്യ ഇറാനിലേക്ക് വൻതോതിൽ സഹായം എത്തിക്കുന്നത്. റഷ്യ ഇറാൻ ബന്ധത്തിന്റെ നിർണായകമായ ഒരു കേന്ദ്രമായും നമുക്ക് കാസ്പിയൻ കടലിനെ നോക്കിക്കാണാം. അമേരിക്കൻ ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ ഇറാന്റെ പക്കലുണ്ടായിരുന്ന ഡ്രോണുകളിൽ 60% തകർക്കപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇറാന്റെ വിലയിരുത്തലല്ല, അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ പറയുന്നത്. എന്നാൽ മുൻധാരണ പ്രകാരമുള്ള വൻ ആയുധ നീക്കം ഇപ്പോഴും കാസ്പിയൻ കടൽ വഴി നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. റഷ്യൻ തുറമുഖങ്ങളായ അസ്ട്രാഖാൻ, മക്കാച്ച്കല എന്നിവിടങ്ങളിൽ നിന്ന് കാസ്പിയൻ കടൽ വഴി വൻതോതിൽ ഡ്രോൺ ഭാഗങ്ങളും അത്യാധുനിക ആയുധ സാമഗ്രികളും ഇറാനിലെ അമീറാബാദ്, അൻസാലി തുറമുഖങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളും മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലൂടെ ഭാഗികമായി തകർന്ന സൈനിക ശേഷി ഇറാൻ വീണ്ടെടുത്തുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാസ്പിയൻ കടൽ വഴി അതീവ രഹസ്യമായാണ് റഷ്യൻ ഇറാനിയൻ കപ്പലുകൾ സഞ്ചരിക്കുന്നത്.
ട്രാക്കിംഗ് സിഗ്നലുകൾ പൂർണ്ണമായും ഓഫ് ചെയ്താണ് ആയുധ നീക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ നീക്കം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ പോലും അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇറാന്റെ വ്യോമ പ്രതിരോധം ശക്തമാക്കാൻ റഷ്യയുടെ അത്യാധുനിക വെർബ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇടത്തര ദൂര മിസൈലുകളും രാത്രികാല യുദ്ധത്തിനുള്ള സാങ്കേതിക വിദ്യകളും റഷ്യ ഇറാനിലേക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് വിവരം. യുക്രൈൻ യുദ്ധ സമയത്ത് ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഡ്രോണുകൾക്ക് പകരമായാണ് ഈ ആയുധ കൈമാറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ ഉപരോധങ്ങളെയും നാവികസേനയെയും പൂർണ്ണമായി അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ സൈനിക ശേഷി റഷ്യയുടെ പൂർണ്ണ സഹായത്തോടെ ഇറാൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാൻ വന്നാൽ ഇതുവരെ കാണാത്ത തിരിച്ചടി കിട്ടുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് ഈ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മറ്റു ചില രഹസ്യ ആയുധങ്ങളും സജ്ജമാണ്. ഹൂട്ട് പോലുള്ള സൂപ്പർ ടോർപിഡോകളും സർവ്വസജ്ജമാക്കി വെച്ചിരിക്കുകയാണ് ഇറാൻ. ഇതെല്ലാം തന്നെയാകാം ഇറാന്റെ സർപ്രൈസ് എന്നാണ് യുദ്ധവിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. പക്ഷേ ഇറാനാണ് അവരുടെ ആയുധശേഷിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം ഇതുവരെ ചോർത്തിയെടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി ഈ ഘട്ടത്തിൽ കണക്കിലെടുക്കേണ്ടതാണ് എന്നാണ് ഇറാനെ അടുത്തറിയാവുന്ന നയതന്ത്ര വിദഗ്ധരും മറ്റുമൊക്കെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഇറാന്റെ ഈ മുന്നൊരുക്കങ്ങളെ കൂടി കണക്കിലെടുത്താണ് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിനെ തടഞ്ഞിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വിലയിരുത്തുന്നത്. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഈ മുജ്തബ ഖമനയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ആദ്യമായി ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ച കാര്യവും. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണ് എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. മുഖത്ത് പൊള്ളലേറ്റു, പ്ലാസ്റ്റിക് സർജറിയും കൃത്രിമ കാലും അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നൊക്കെയുള്ള രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. മുജ്തബയുടെ നട്ടെല്ലിനേറ്റ പരിക്ക് പൂർണ്ണമായും ഭേദമായെന്നും മുട്ടിലെ പരിക്ക് വളരെ വേഗം സുഖം പ്രാപിച്ചു വരികയാണ് എന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാൾസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വൈകല്യം വരുന്ന രീതിയിലോ ഭിന്നശേഷിക്കാരൻ ആക്കുന്ന രീതിയിലോ ഉള്ള യാതൊരു പരിക്കും മുജ്തബയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ ആരോഗ്യ മന്ത്രാലയ വക്താവ് ഹൊസൈൻ കെർമാൻപൂർ പറയുന്നത്. ആക്രമണത്തിന് ശേഷം സീന ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. കാലിലെ ചെറിയ മുറിവിന് കുറച്ച് തുന്നലുകൾ മാത്രമാണ് വേണ്ടിവന്നതെന്നും അതിനുശേഷം ഡിസ്ചാർജ് ചെയ്തുവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. പരമോന്നത നേതാവ് എന്തുകൊണ്ടാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തത് എന്ന ചോദ്യത്തിന് അത് സുരക്ഷ മുൻനിർത്തിയുള്ള കാര്യമാണ് എന്നാണ് ഇറാൻ അധികൃതർ നൽകുന്ന വിശദീകരണം. കൃത്യമായ സമയമാകുമ്പോൾ മുജ്തബ ഖമനേയി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഇപ്പോൾ ജനങ്ങൾ അനാവശ്യ വാർത്തകളിൽ വിശ്വസിക്കരുത് എന്നാണ് ഇറാൻ അധികൃതർ പറയുന്നത്, ഔദ്യോഗികമായി പറയുന്നത്. അമേരിക്കയുടെ ആക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുജ്തബയുടെ വിവരങ്ങൾ ഇറാൻ ഇപ്പോൾ പുറത്തുവിട്ടത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. ഇറാൻ ആത്മീയമായ കരുത്തിൽ തന്നെ തുടരുകയാണ് എന്ന സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങൾക്കും ശത്രുക്കൾക്കും ടെഹ്റാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇസ്രായേലിൻ്റെ പാളിപ്പോയ ഒരു ഓപ്പറേഷനെ കുറിച്ച് പറയാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച് എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖമനിയെ വധിച്ച് മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നെജാദിനെ ഭരണം ഏൽപ്പിക്കാനായിരുന്നു ഇസ്രായേലിൻ്റെ രഹസ്യ പദ്ധതി എന്നാണ് പത്രത്തിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ആസൂത്രണം ചെയ്ത ഈ പദ്ധതിയോട് സഹകരിക്കാൻ അഹമ്മദി നെജാദ് തത്വത്തിൽ സമ്മതിക്കുകയും അദ്ദേഹവുമായി മുൻകൂട്ടി ചില ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നുവെന്നാണ് പത്രം പറയുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് നെജാദിൻ്റെ വസതി ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി എന്തിന് വ്യോമാക്രമണം നടത്തണമെന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരും. ആ ആക്രമണം നെജാദിനെ വധിക്കാനായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. പകരം ഇറാൻ്റെ ഭരണകൂടവുമായി തെറ്റിപ്പിരിഞ്ഞ് വീട്ടുതടങ്കലിലായിരുന്ന നെജാദിനെ ആ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കാനായിരുന്നു ഈ ആക്രമണം നടത്തിയത് എന്നാണ് പത്രം പറയുന്നത്. പക്ഷേ ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം തെറ്റി. അവിടെയാണ് പാളിയത്. അദ്ദേഹത്തിന് കാവൽ നിന്നിരുന്ന ഇറാൻ്റെ വിപ്ലവസേന ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനൊപ്പം അഹമ്മദി നെജാദിനും ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ നെജാദ് ഈ പദ്ധതിയിൽ നിന്ന് തന്നെ പൂർണ്ണമായി പിന്മാറിയെന്നാണ് പത്രത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നും പത്രം പറയുന്നുണ്ട്. ആയത്തുള്ള അലി ഖമനിയെ വധിച്ചാൽ ഇറാൻ്റെ ഭരണ സംവിധാനം പൂർണ്ണമായും തകരുമെന്നും അപ്പോൾ ജനകീയനായ അഹമ്മദി നെജാദിനെ മുൻനിർത്തി ഭരണം പിടിക്കാമെന്നുമായിരുന്നു അമേരിക്കയും ഇസ്രായേലും കരുതിയത്. ഒരു കാലത്ത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കടുത്ത വിമർശകനായിരുന്നു നെജാദ്. പക്ഷേ പിന്നീട് അദ്ദേഹം ഇറാൻ്റെ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലായി എന്നാണ് റിപ്പോർട്ട്. മൊസാദ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തതിന് തൊട്ടുമുമ്പ് അഹമ്മദി നെജാദ് ഗ്വാട്ടിമാല, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നുള്ള കാര്യവും പത്രം ഈ റിപ്പോർട്ടിലൂടെ പറയുന്നുണ്ട്. ഇസ്രായേലുമായി അടുത്ത ബന്ധമുള്ള ഈ രാജ്യങ്ങൾ വഴിയാണ് മൊസാദ് അദ്ദേഹവുമായി രഹസ്യ ചർച്ചകൾ നടത്തിയത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്.
ഡൊണാൾഡ് ട്രംപ് ഒരു ബിസിനസ്സുകാരനാണെന്നും അദ്ദേഹവുമായി ചർച്ചകൾ നടത്താൻ വളരെ എളുപ്പമാണ് എന്നും മുൻപ് ഒരു അഭിമുഖത്തിൽ അഹമ്മദി നെജാദ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖമനേയി കൊല്ലപ്പെട്ടിട്ടും ഇറാന്റെ ഭരണകൂടവും സൈനിക നേതൃത്വവും ശക്തമായി പിടിച്ചു നിന്നു. അതിർത്തികളിൽ കുർദിഷ് വംശജരുടെ വലിയ രീതിയിലുള്ള സായുധ വിപ്ലവവും രാജ്യത്തിനകത്ത് വലിയ ആഭ്യന്തര കലാപവും ഉണ്ടാകുമെന്ന് മൊസാദ് കണക്ക് കൂട്ടിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് മൊസാദ് നെതന്യാഹുവിന് കൈമാറിയിരുന്നു, അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു. എന്നാൽ വിദേശ ശക്തികളുടെ സഹായത്തോടെയുള്ള അത്തരം നീക്കങ്ങളോട് സഹകരിക്കാൻ ഇറാനിലെ ഭൂരിഭാഗം രാഷ്ട്രീയ ഗ്രൂപ്പുകളും തയ്യാറായില്ല എന്നതാണ് വസ്തുത. ഇതോടെ ഓപ്പറേഷൻ നെജാദ് അപ്പാടെ പാളുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല നെജാദിൻ്റെ ചില നീക്കങ്ങളെ ഇറാൻ വിപ്ലവസേന വളരെ സംശയത്തോടെയാണ് നേരത്തെ തന്നെ നോക്കിക്കണ്ടിരുന്നത് എന്നാണ് അവിടെ നിന്നുള്ള ചില ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നെജാദിനെ വീട്ടുതടങ്കലിലാക്കിയത് എന്നാണ് ഇറാൻ സോഴ്സുകളെ ഉദ്ധരിച്ച് മറ്റു ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നീക്കമാണ് ഇസ്രയേലി പദ്ധതി പൊളിക്കുന്നതിൽ നിർണായകമായത് എന്ന് നമുക്ക് വിലയിരുത്താം. പുതിയ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ ട്രംപിൻ്റെ ഭീഷണിയും ഇറാൻ്റെ മറുപടികളും തുടരുമ്പോഴും നയതന്ത്ര ചർച്ചകൾ സജീവമാണ് എന്നതാണ് ആശ്വാസകരമായ കാര്യം. ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഖത്തറിൻ്റെയും സൗദിയുടെയും നേതൃത്വത്തിൽ ഇറാനുമായി ചില അനൗദ്യോഗിക ചർച്ചകളും നടക്കുന്നുണ്ട്. അതിനിടെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും സംഘർഷം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി ദക്ഷിണ കൊറിയയുടെ എണ്ണക്കപ്പൽ ഇറാന്റെ സഹകരണത്തോടെ ഹോർമൂസ് കടലിടുക്ക് കടന്നുപോയി. കൂടാതെ കഴിഞ്ഞ 2 മാസമായി പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടന്ന 6 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലുമായി വന്ന 2 സൂപ്പർ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി പുറത്തേക്ക് പോയി. ഈ കപ്പലുകളെല്ലാം ഇറാന് ചുങ്കം നൽകിയാണ് പുറത്തേക്ക് പോയത് എന്നാണ് വിവരം. അതായത് ഹോർമൂസിൻ്റെ പൂർണ്ണമായ അധികാരം ഇറാൻ ഉറപ്പിക്കുകയാണ് എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ പറയാം. അതോറിറ്റി രൂപീകരിച്ചതോടെ, അതായത് ഹോർമൂസിലെ ഒരു പുതിയ അതോറിറ്റി രൂപീകരിച്ചതോടെ ഇറാൻ്റെ നിയന്ത്രണം കൂടുതൽ ശക്തമായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.